എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ നടാം എന്നുള്ളതാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. അതിനെന്തെല്ലാം സാധനങ്ങൾ വേണം അതെല്ലാം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പോട്ട് വേണം. ആ പോട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ടൈൽസ്, സാൻഡ് ടൈൽസ്, ഇഷ്ടിക പൊടിച്ചതുണ്ട്. പിന്നെ കുറച്ച് ചകിരി ഉണ്ട്. ആ ചകിരി വളരെ നാൾ വെള്ളത്തിലിട്ട് അതിൻ്റെ അസിഡിറ്റി എല്ലാം കളഞ്ഞ ചകിരിയാണ്. ഒരു 3 മാസമെങ്കിലും മഴയത്ത് കിടന്ന് എൻ്റെ അസിഡിറ്റി മുഴുവൻ പോയ ചകിരിയാണ്. അസിഡിറ്റി ഉള്ളത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു ചെറിയ ബാഗുണ്ട്. ആ ബാഗിൽ പോട്ടിംഗ് മിക്സാണ്. ഇനി അത് ഓരോന്നോരോന്നായിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇഷ്ടിയ പീസ് അതിൻ്റെ ഉള്ളിലിട്ടു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ചകിരി വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇടാൻ പോകണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ലോക്കൽ സാൻഡ്, ഇവിടുത്തെ മണ്ണ്, നമ്മുടെ വീട്ടിലെ കുറച്ച് മണ്ണ്, മുറ്റത്തെ മണ്ണ് കുറച്ച് അതിലിടും. ഒരു കൊല്ലറിൽ ഞാൻ കുറച്ച് മണ്ണ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അതിലിടാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് അതിൻ്റെ മുകളിലിടുക. പോട്ടിംഗ് മിക്സ് ഞാനിവിടെ അടുത്ത ആഗ്രോ ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. അതിന് 10 കിലോ 100 രൂപ. അതിലൊരു 5 കിലോ ഞാനിതിനു വേണ്ടി ഉപയോഗിക്കും, പകുതി. അതിൻ്റെ പേരൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം സൈഡിൽ, അത് ഞാൻ കാണിക്കുന്നുണ്ട്. കമ്പനി നെയിം ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ അതാ ഇഷ്ടികപ്പൊടി ഇടുകയാണ്. ഇപ്പോൾ ചകിരി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചുമന്ന ഇഷ്ടികപ്പൊടി, അത് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ചിറ്റി കൊണ്ട് അടിച്ച് പൊടിച്ചതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ഉണ്ടാവും പൊട്ടിയ ഇഷ്ടികയുടെ പൊടികൾ, കഷ്ണങ്ങൾ ധാരാളം ഉണ്ടാവും. അതൊക്കെ ചിറ്റിയെ വെച്ച് അടിച്ച് ഒരു ചാക്കിലിട്ട് നമുക്ക് ഏകദേശം പൊടിയാക്കാം. പൊടിയല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, അതിൽ കുറേ പൊടിയുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ 5 കിലോ പോട്ടിംഗ് മിക്സ് ഇടാൻ പോവാണ്. അതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത് ഒരല്പം മണ്ണ്, നമ്മുടെ ലോക്കൽ മണ്ണ്, നമ്മുടെ മുറ്റത്തെ മണ്ണ് അധികം വേണ്ട, കുറച്ച് മതി. നമ്മളതിന് കൂടുതലും കൊടുക്കുന്നത് പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ആ നടുവിലൊരു ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ ഇനി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബ്രാഞ്ച് വയ്ക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ 5 കിലോ പോട്ടിംഗ് മിക്സ് അതിലിടുകയാണ്. 5 കിലോ പോട്ടിംഗ് മിക്സ് ഇട്ട ശേഷം അതൊക്കെ ഒന്ന് ലെവലാക്കി, കൊലര് കൊണ്ട് ലെവലാക്കി, അതിന് ശേഷം അതിൻ്റെ നടുവിലൊരു ചെറിയ കുഴി ഉണ്ടാക്കി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബ്രാഞ്ച് അതിലേക്ക് വയ്ക്കും. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബ്രാഞ്ച്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിലുണ്ടാകുന്ന പഴത്തിൻ്റെ ഉള്ളിൽ ചുവന്ന കളറായിരിക്കും. ചുവന്ന കളറിന് മധുരം കൂടുതലാണ്. ചില ഡ്രാഗൺ ഫ്രൂട്ട് പഴങ്ങളുടെ ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും, അതിന് മധുരം അല്പം കുറവാണ്. അപ്പോൾ ഇത് ചുമന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വളർത്തണം എന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയി ഒരു പീസ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അത് പ്ലാന്റിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മതി, ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾ മാറ്റി ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. നല്ല സൂര്യപ്രകാശം ഉള്ളൊരു സ്ഥലം. ഇതിന് സൂര്യപ്രകാശം വളരെയധികം ആവശ്യമാണ്. നല്ല സൂര്യപ്രകാശം കിട്ടേണ്ട ഒരു ചെടിയാണിത്. 3 ആഴ്ച കഴിഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ആട്ടിൻ കാഷ്ടം എന്നിവ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.